ടേസ്റ്റ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ പരമാവധി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിപ്പീസ് ഉണ്ട്, കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. ഇതൊന്നും ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതല്ല. എൻ്റെ സ്വന്തം വീട് ഒരു നാട്ടിൻപുറത്താണ്. അവിടെ നമ്മൾ പറയില്ലേ, ഒരു കർഷക ഗ്രാമം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗ്രാമമാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലെല്ലാം ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ സാബുചേട്ടൻ്റെ പറമ്പിൽ നിന്ന് നമ്മുടെ പാവയ്ക്കയും കുമ്പളങ്ങയും പടവലങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാധാരണ ഇത് ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് എന്താ പറയുക, ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് വെക്കേഷനൊക്കെ അല്ലേ പോകാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ നമ്മുടെ പാവലിൻ്റെ തോട്ടവും പച്ചക്കറി കൃഷിയും ഒക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ ആഡ് ചെയ്യാം. അപ്പം ഞാൻ പാവയ്ക്കൊക്കെ ഇത്രയധികം കിട്ടുമ്പോൾ തൊട്ടടുത്തൊക്കെ കൊടുത്താലും നമ്മളിങ്ങനെ എല്ലാതും എടുത്ത് വയ്ക്കുകയൊന്നുമില്ലല്ലോ. ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും കഴിക്കാൻ അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അരിഞ്ഞ് ഉണക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ പപ്പടത്തിൻ്റെ കൂടെ ഈ പാവയ്ക്കയും കൂടെ വറുത്ത് കഴിഞ്ഞാൽ കൂട്ടത്തിൽ കൂടെ അങ്ങോട്ട് കഴിച്ച് പൊക്കോളും. അപ്പോൾ കുട്ടികളും കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പാവയ്ക്ക ഞാൻ എടുത്ത് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമിയിട്ടാണ് കേട്ടോ ഞാൻ ഉണക്കാനായിട്ട് വെക്കാറുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലാവും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുക മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഒന്ന് കൂട്ടി തിരുമിയതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്തു വയ്ക്കുമ്പോൾ കയ്യോടെ ഇങ്ങോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങ് നടക്കും. അല്ലെങ്കിൽ അതാദ്യം ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ നേരം കിട്ടണമെന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പാവയ്ക്കൊക്കെ ഇങ്ങനെ ഉണക്കുന്ന സമയത്ത് ഫ്രഷായിട്ട് തന്നെ ചെയ്യുകയായിരിക്കും നല്ലത്. ഇതിപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം പാവലിൻ്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പഴക്കമൊന്നുമില്ല, ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്ന കാരണം അത് നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് എല്ലാതും ഒന്ന് അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഈ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ പാവയ്ക്ക അവസാനമാകുമ്പോൾ ഈ മാർക്കറ്റിലേക്കൊക്കെ കൊടുത്തു വിട്ടിട്ട് തിരിവുണ്ടാവും കേട്ടോ. അതായത് കുറച്ച് വളഞ്ഞത്, കുറച്ച് ഭംഗി കുറഞ്ഞതൊക്കെ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നന്നായി എല്ലായിടത്തും തൊട്ടപ്പുറത്തെ എല്ലാ വീടുകളിലും ഇത് തന്നെയാണേ. അപ്പോൾ നമ്മളതൊക്കെ അരിഞ്ഞ് ഉണങ്ങി നന്നായി കൊണ്ടാട്ടം ഉണങ്ങി വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ കുട്ടികളുടെ ബാഗൊക്കെ ഒന്ന് നമ്മൾ വീക്കെൻഡിലല്ലേ ഒന്ന് കഴുകി ഉണക്കാനായിട്ടിടുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാനിട്ടതാണ്. ഇത് ഏറ്റവും മുകളിലാണ് കേട്ടോ. നമ്മൾ കാണുന്ന ആ പച്ചക്കറിയൊക്കെ നട്ടിരിക്കുന്ന ടെറസല്ല, അതിൻ്റെ മുകളിൽ ഭാഗത്താണ്. ആ മുകളിൽ ഭാഗത്തേക്ക് കയറാമെന്ന് വെച്ചാൽ ഒരല്പം റിസ്ക്കാണ് കേട്ടോ. ഒരു ചെറിയ കോണിയൊക്കെ ഉള്ളൂ. പക്ഷേ റിസ്ക്കൊന്നും അല്ല എനിക്ക് പറയാനുള്ളത്. കത്തണ വെയിലായിരുന്നു. ചെരുപ്പിടാതെ മുകളിൽ കയറിയിട്ട് കാല് പൊള്ളാതിരുന്നത് ഭാഗ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഒറ്റ വെയിൽ തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ മല്ലി മുളകും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന്, അതും കൂടെ ഞാൻ ഇന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കുന്നുണ്ട്. മല്ലി ഉണങ്ങി കിട്ടി, മുളകും കൂടി ഒന്ന് ചൂടായി കിട്ടി. അപ്പോൾ ഇന്ന് തന്നെ അത് പൊടിപ്പിക്കുകയും വേണം. പിന്നെ 2 പാവയ്ക്ക എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പാവയ്ക്കയുടെ കയ്പ്പ് കളയുന്നത് എങ്ങനെയെന്ന് എന്നോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുമ്പ് നമുക്ക് പുതിയ വ്യൂസ് ഉള്ളവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് ഞാൻ പാവയ്ക്കയുടെ കയ്പ്പ് കളയുന്നതിനുള്ള ഒരുപാട് ടെക്നിക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പാവയ്ക്കയ്ക്ക് കുറച്ച് കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ കിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ കയ്പ്പൊന്നും കളഞ്ഞിട്ടല്ല ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒന്ന് കയ്പ്പില്ലാത്ത രീതിയിൽ കുറച്ചധികം തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും സവോളയും നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടാണ് ഞാനിത് തോരനാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണത്തിന് വാങ്ങിച്ച മണ്ണിൻ്റെ ചീൻചട്ടിയിലാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ 2 ഗുണമുണ്ട്.
ഈ മണ്ണിൻ്റെ ചീൻചട്ടിയിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം നന്നായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. മറ്റുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലെ പോലെയല്ല, നല്ല തിക്കായിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ മീൻ കറി ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ മീനും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ താഴെ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ മീൻ വറുത്തെടുത്തത്. അപ്പോൾ പൊള്ളിച്ചെടുക്കുന്നതിൻ്റെ ഏതാണ്ടൊരു ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ എനിക്ക് റിക്വസ്റ്റ് വന്നൊരു കാര്യമാണ് നമ്മുടെ ഹോബ് ഒന്ന് കാണിക്കണം എന്ന് വെച്ചിട്ട്. അപ്പോൾ 2 വീഡിയോയുടെ താഴെ എനിക്ക് കമൻറ്റ് കൃത്യമായിട്ട് ഇട്ടിരുന്നു, ചേച്ചി ഞാൻ പറഞ്ഞത് മറന്നു പോയില്ലേന്ന്. അപ്പോൾ ഞാൻ മറന്നു പോയിട്ടില്ല. ഹോബ് ഇതാണ്, ഗ്ലെന്നിൻ്റെ ഓൺലൈനിൽ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ പാത്രത്തിൻ്റെ കടയാണോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കാൻ പോണേ. അല്ല കേട്ടോ, ഇന്നത്തെ അടുത്ത പണി ഉണ്ടായിരുന്നത് അടുക്കളയിലെ സ്റ്റീൽ പാത്രങ്ങൾ മുഴുവൻ ഒന്ന് പുറത്തിറക്കി കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് വൃത്തിയാക്കി വെച്ചത് വേറെ ഒന്നിനുമല്ല, നമുക്ക് മുക്കാലും വീടുകളിലെ അടുക്കളയിൽ സ്ഥിരമായി നമ്മൾ ഇത്രയും പാത്രങ്ങൾ കാണും. എന്നിട്ട് ഇത് മുഴുവൻ നമ്മൾ തന്നെ ഒരു പാത്രം എടുത്തിട്ട് വീണ്ടും അത് തന്നെ കഴുകി ഉപയോഗിക്കാതെ ഉള്ള പാത്രങ്ങളെല്ലാം വലിച്ചിട്ട് നമ്മൾ തന്നെ ഇരട്ടി പണിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പകുതി പാത്രം എടുത്ത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് കേട്ടോ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മല്ലിയും മുളകും പൊടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് 2 പാത്രങ്ങളിലേക്കാണ് മാറ്റിയത്. അതിൽ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒരെണ്ണം നമ്മുടെ വർക്കിംഗ് കിച്ചണിലെ സ്റ്റോറേജ് ഏരിയയിലും മറ്റ് 2 ഫ്രിഡ്ജിലുമാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം എടുത്തതിന് ശേഷം തീരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറേ കാലത്തേക്ക് ഇനി പൊടികളുടെ കാര്യമൊന്നും നോക്കണ്ട. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മല്ലിപ്പൊടിയും അരിപ്പൊടിയും പുട്ടുപൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നല്ലേ, ഓണത്തിന് ഞാൻ ചെറുപയർ പായസമാണ് കേട്ടോ വെച്ചത്. ചെറുപയർ പരിപ്പിൻ്റെ പായസം അന്ന് തികഞ്ഞില്ല, ഞങ്ങൾക്ക് മതിയായില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറുപയർ പരിപ്പ് ബാക്കി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് ആ പായസം ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോദിച്ചവരേക്കാൾ കൂടുതൽ ഞാനാണ് കുടിക്കുക. എന്നാലും അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്കൊരു സമാധാനമാണ്. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോരം കുടിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കുറവാണ്. സംഭവം അന്ന് കുറേ പണിയുണ്ടായിരുന്നു. എന്നാലും അതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സംതൃപ്തിയാണ്. അത് വലിയ പണി ഭാരമായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്തായാലും നിങ്ങളെ കാണിച്ചു തന്നേ മതിയാവും. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽ കാണിച്ചിരുന്ന സമയത്ത് ഞാൻ ചക്ക പറിച്ച് കവറിൽ വെച്ചിരുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വെച്ച ചക്കയാണ് കേട്ടോ. അതായത് ചക്കക്കാലത്ത് കിട്ടിയ ചക്ക നമ്മുടെ സിപ്ലോ കവറിൽ ഒട്ടും ജലാംശം ഇല്ലാതെ ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അത് 6ാമത്തെ മാസം ഞാൻ പുറത്തെടുത്ത് ഇന്ന് ചക്ക എരിശ്ശേരി വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ചക്ക എരിശ്ശേരി വെക്കാനായിട്ട് എടുത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ മുളക് ആദ്യം കാണിച്ചതൊക്കെ നമ്മുടെ ബോക്സിൽ സെപ്പറേറ്റ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഞാൻ മാറ്റി വെച്ചു. കാരണം ഇത്രയധികം മുളക് വരുമ്പോൾ പലതരത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കുറേ കാലത്തേക്ക് ഇനി മുളകിൻ്റെ കാര്യം നോക്കുകയേ വേണ്ട. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളക്കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 വെളുത്തുള്ളി, അതുപോലെ 3-4 വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ 2-3 ചുവന്നുള്ളി, കറിവേപ്പില, അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത കാന്താരി, തേങ്ങ, ഇത്രയും കാര്യങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ചക്ക കുക്കറിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചക്ക എരിശ്ശേരി വെക്കാനാണ് കേട്ടോ. വേവിച്ചിങ്ങനെ കറി കൂട്ടി കഴിക്കുക അങ്ങനെയല്ല, ചക്ക കറിയായിട്ട് കഴിക്കാമെന്നുള്ള രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് എങ്ങനെ കഴിച്ചാലും ഇതിന് അപ്പാര ടേസ്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് കിട്ടാത്ത സമയത്ത് എന്താ പറയുക, ഇത് കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയല്ലേ. അതേസമയത്ത് ചക്കക്കാലത്താണെങ്കിൽ സ്ഥിരമാകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇന്ന് കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനിയും കിട്ടുമല്ലോ എന്നൊരു ചിന്ത വരും. ഇതിൽ നിന്ന് ഒരല്പം പോലും വേസ്റ്റ് ആയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. മക്കൾ പോലും കഴിച്ചു കേട്ടോ. അപ്പോൾ
ഈ ഒരു കാര്യം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ ചക്ക വേവിക്കുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം ചക്കക്കറി തന്നെ വെച്ച് നോക്കി 100% പെർഫെക്റ്റായിട്ട് ഒരു ടേസ്റ്റും മാറാതെ നമ്മൾ ഫ്രഷായിട്ട് വെച്ചിരുന്നിട്ട് എങ്ങനെ കഴിക്കുമോ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ധൈര്യമായിട്ട് ഇനി മുതൽ സീസണിൽ കിട്ടുമ്പോൾ സൂക്ഷിച്ച് വെക്കാൻ മറക്കരുത് ഫ്രീസറിൽ. അപ്പോൾ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് എടുത്ത് ഒരു കൊതിക്ക് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ വെന്ത് വന്ന നമ്മുടെ ചക്കയിലേക്ക് ഈ ഒതുക്കി അരപ്പൊന്നിട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് ആവി വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ആ ഉടഞ്ഞ് കിട്ടുന്നതിലേക്കാണ് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ആ സമയത്തൊന്ന് നോക്കുക. അപ്പോൾ ഉപ്പൊക്കെ പാകമാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് താളിച്ചൊഴിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ലൂസായിട്ട് വേണം എന്നാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചക്ക വേവിക്കുന്ന വെള്ളം ഉണ്ടാവുന്നതാണ്. ഇനി അതുമല്ല കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടാക്കിയ വെള്ളം അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്ന് താളിച്ചിടട്ടെ. ഈ താളിച്ചിടുമ്പോൾ ചേർക്കുന്ന വറ്റൽമുളക് സത്യം പറഞ്ഞ് ഞാൻ കുറേ നാൾ അന്വേഷിച്ച് നടന്നിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം ഞാൻ എവിടെയോ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇതുപോലത്തെ ഒരു വറ്റൽമുളക് കൊണ്ട് താളിച്ചൊക്കെ ഇട്ടാൽ കാണാനൊരു ഭംഗിയല്ലേ. വേറൊന്നുമല്ല ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ പോയപ്പോഴാണ് നെസ്റ്റോയിൽ നമ്മൾ ഇത് ഒരു പ്രാവശ്യം കണ്ടത്. അപ്പം ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് താളിച്ചത് അതുകൊണ്ട് പറഞ്ഞതാണേ. നമ്മുടെ ചക്ക എരിശ്ശേരി നല്ല കിടിലൻ ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പായസത്തിൻ്റെയും അതുപോലെ തന്നെ പാവയ്ക്ക ഉപ്പേരിയും ഈ വക കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ബാക്കി സാധാരണ നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പാത്രങ്ങളൊക്കെ ഞാൻ അകത്തേക്ക് ഒന്ന് കൊണ്ടുവന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഇതുപോലെ കുറേ തൂക്കുപാത്രം ഉണ്ടാവും. നമുക്കിതൊന്നും ഡെയിലി യൂസിന് ഒരാവശ്യം ഉണ്ടാവില്ല, പക്ഷെ എല്ലാം ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തു വയ്ക്കും. എന്നിട്ട് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലാക്കി നമ്മൾ തന്നെ എപ്പോൾ നോക്കിയാലും പാത്രം കഴുകുക, അടുക്കള നിറച്ച് പാത്രങ്ങൾ, അത് മാറ്റാൻ വേണ്ടിയുള്ള ഐഡിയ ആണേ. ഞാൻ ഈ ബക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റോറേജ് ആയിട്ട് വാങ്ങിച്ചതാണേ. നമ്മൾ കുറച്ച് അധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇട്ട് വെക്കാനായിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അധികം സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ബക്കറ്റ് എടുത്തിട്ട് ഒരാവശ്യമില്ലാത്ത കുറേ പാത്രങ്ങൾ അത് മുഴുവൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അടച്ചു വെച്ചു. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടത് മാത്രം പുറത്ത് വെച്ചു. അപ്പോൾ തോന്നും ആവശ്യമില്ലാത്ത പാത്രമൊക്കെ എന്തിനാണ് ചേച്ചി വീട്ടിൽ സൂക്ഷിക്കണേന്ന്. നമുക്കിപ്പം ഡെയിലി യൂസിന് ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഒരു പെരുന്നാൾ അല്ലെങ്കിൽ വേറെ ഗസ്റ്റുകൾ വീട്ടിൽ വരിക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ടൊന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും പകർപ്പ് കൊടുക്കുക, ആ സമയത്തൊക്കെ നമുക്ക് പാത്രങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ ആ സമയത്ത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ അത് കയറ്റി വെച്ചപ്പോൾ തന്നെ എൻ്റെ വർക്കിംഗ് കിച്ചണിൽ പകുതി പാത്രങ്ങൾ കാലിയായിട്ടുണ്ട്. അപ്പം ഞാനിത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു. പിന്നെ 2 പേപ്പർ ഇട്ടതിന് ശേഷം ഇതുപോലെ കലങ്ങൾ, അതുപോലെ തട്ടായിട്ട് വെച്ചിരിക്കാൻ പറ്റുന്ന പാത്രങ്ങൾ, അതൊക്കെ ഞാനൊന്ന് മുകളിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. മാവൊക്കെ അരച്ച് വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. പക്ഷേ എല്ലാ പാത്രവും നമുക്ക് ആവശ്യമില്ല, നമുക്കാകെ ഒരെണ്ണമൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇഡ്ഡലി കുക്കറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ ഇഡ്ഡലി കുക്കറിൽ എനിക്ക് വെക്കുന്നത് ഇഷ്ടമില്ല. കാരണം എങ്ങനെ പോയാലും മുകളിലത്തെ 2 തട്ടൊക്കെ കുഴപ്പമുണ്ടാവില്ല, താഴത്തെ തട്ടിലൊക്കെ കുറച്ചൊക്കെ ആവി വെള്ളമൊക്കെ വന്നിട്ട് ഒരു ഡ്രൈ ആയിട്ടിരിക്കാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നവരുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് പറ്റിയൊരു കാര്യം പറഞ്ഞതാണ്. എനിക്ക് മറ്റേ പാടി ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ ഇഷ്ടാവുക. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഡീറ്റെയിലിൽ ഞാൻ നിന്നില്ല. കാരണം ഒരുപാട് പറഞ്ഞ് നിങ്ങളെയും ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തേക്കുള്ള അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ ഒതുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള 2 റെസിപ്പി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്